അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 400 രൂപ കാണുമ്പോഴേ ഇത് സക്കാത്തിന്റെ പൈസയോ ഗിവയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഇശാനസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറയാണ്, ഉസ്താദ് ഇതിന്റെ കുടുക്ക പൊട്ടിച്ച പൈസയാണ്. ഉസ്താദ് ഇന്ന് മദ്രസയിൽ വെച്ച് പറഞ്ഞില്ലേ അപകടത്തിൽ മരിച്ചുപോയ ഉസ്താദ്, ആ ഉസ്താദിന്റെ പേരിലുള്ള പൈസ കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൽബും കണ്ണും ഒരുപോലെ നിറഞ്ഞുപോയി. 7 വയസ്സ് പ്രായം, 7-8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചാണ്. സംഭവം ഇങ്ങനെയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ സ്വാതന്ത്ര്യ പ്രവർത്തന മേഖലകളിൽ നല്ല രൂപത്തിൽ ഇടപെട്ട് കരയുന്നവരുടെ കണ്ണീരൊപ്പാനും ആശ്രയമറ്റവർക്ക് ആശ്രയമാകാനും നിരാലംബർക്ക് അവലംബമാകാനും ഓടി നടന്ന ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ് കഴിഞ്ഞ ദിവസം എറണാകുളം മരടിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉസ്താദ് മരണപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഉസ്താദിന്റെ ബർസഖ് ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ, ആമീൻ. ഉസ്താദിന് 5 മക്കളും യതീമീകളാണ്. അതിലൊരു കുഞ്ഞിന് കിഡ്നി ഫെയിലാണ്. അതിന്റെ ചികിത്സാർത്ഥം, ആ പൊന്നുമോന്റെ ചികിത്സാർത്ഥം ഉസ്താദിന്റെ വീട് വരെ വിളിക്കേണ്ടി വന്നു. മാതാപിതാക്കൾ വൃദ്ധരാണ്, ഭാര്യ വിധവയായി. എന്തുകൊണ്ടും പ്രതികൂലമായ സാഹചര്യമാണ് ആ കുടുംബത്തിന് മുന്നിലുള്ളത്. ചെയ്യുന്ന മഹല്ല് നെടുമ്പാശ്ശേരി റേഞ്ച് ഉൾക്കൊള്ളുന്ന മഹല്ലാണ്. ആ നെടുമ്പാശ്ശേരി റേഞ്ചിലെ സെക്രട്ടറി ഉസ്താദ് അവറുകൾ അടക്കം അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ഒരുപാട് മഹല്ലുകളിലേക്ക് ഉസ്താദിന്റെ കൈപ്പട കൊണ്ടെഴുതിയ കത്തയക്കുകയും ഈ യതീമീങ്ങളായ മക്കളെ സംരക്ഷിക്കാനും ആ കുടുംബത്തിനെ കരകയറ്റാനും നല്ലൊരു വീടെടുത്തതിൽ താമസിപ്പിക്കാനും വേണ്ടിയുള്ള അഹോരാത്രം വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ഉസ്താദുമാരും നേതാക്കന്മാരും ഒക്കെ. അതിന്റെ ഭാഗമെന്നോണം നമ്മുടെ പള്ളികളിലും മദ്രസകളും കേന്ദ്രീകരിച്ച് ഒരുപാട് സുമനസ്സുകൾ അവർക്ക് മുന്നിലേക്ക് നമ്മൾ വിഷയം ഉന്നയിക്കുകയും അൽഹംദുലില്ലാഹ് വലിയ പ്രതികരണമാണ് പല മഹല്ലുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ മനസ്സിൽ, എൻ്റെ കയ്യിലേക്ക് ഒരുപാട് പേര് 1000 തന്നവരുണ്ട്, 2000 തന്നവരുണ്ട്, വലിയ വലിയ തുകകൾ തന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എങ്കിലും ഒരു ചെറിയ പൈതല്, ആ കുട്ടി കൊടുക്ക, നമ്മൾ 10 രൂപ 5 രൂപയ്ക്ക് ഇടുമല്ലോ, ആ കുട്ടി ഇങ്ങനെ കുടുക്കയിലേക്ക് പൈസ ഇട്ട് ഈ 400 രൂപ കൊണ്ട് 7-8 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിന് എന്തെല്ലാം ചെയ്യാമായിരുന്നു. എന്നിട്ടും ആ കുട്ടി ഉസ്താദെ ഇതാ ഉസ്താദിന്റെ പേരിലേക്കാണ് കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ചുരുട്ടി തരുമ്പോ സത്യം പറഞ്ഞ കൽബ് വിങ്ങിപ്പോയി. ആ കുഞ്ഞിന്റെ പേരിന്റെ അർത്ഥം പോലും വെളിച്ചമെന്നാണ്. ആ കുഞ്ഞിനെ അതിന്റെ പിതാവ് വെച്ചിരിക്കുന്ന പേരിന്റെ അർത്ഥം വെളിച്ചമെന്നാണ്. അൽഹംദുലില്ലാഹ് വെളിച്ചം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ 400 രൂപ വലിയ വിലയുള്ള പൈസയാണ്. നീളമുള്ള താടി കൊണ്ട് അല്ലാഹു തആല സ്വർഗം തരാമെന്നും പറഞ്ഞിട്ടില്ല. നീളമുള്ള നിസ്കാരത്താഴമ്പ് കൊണ്ട് സ്വർഗം തരാന്ന് പറഞ്ഞിട്ടില്ല. തസ്ബീഹ് മാലയുടെ കനം കൊണ്ട് സ്വർഗം തരാന്ന് പറഞ്ഞിട്ടില്ല. ഇതുപോലെ സാധുക്കളായ മനുഷ്യന്മാർക്ക് അവർക്ക് വേണ്ടി ചോദിക്കുമ്പോൾ വേദനിക്കുന്നവരുടെ വേദനകളിൽ, മുറിവുകളിൽ ലേപനം പുരട്ടാൻ നമ്മളെ കൊണ്ട് കഴിയണം. കരയുന്നവരുടെ കണ്ണുനീര് ടിഷ്യൂ പേപ്പർ കൊണ്ടല്ല, സ്വന്തം കൈകൊണ്ട് തുടച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഏത് പാതിരാത്രി വിളിച്ചാലും എന്ത് ആവശ്യമാണെങ്കിലും സാധുക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മുടെ കൊച്ചിയിലെ നാച്ചിയ മദ്രസയിലെ, പള്ളുരുത്തി അടുത്തുള്ള നാച്ചിയ മദ്രസയിലെ വെറും സുദർ മുഅല്ലിമായി മാത്രം ജോലി ചെയ്യുന്ന ഉസ്താദ് വലിയ പ്രയാസങ്ങൾക്ക് മുന്നിലും പ്രതിബന്ധങ്ങൾക്ക് മുന്നിലും സാധുക്കളെ വിളിച്ചാൽ വളരെ ആവേശത്തോടെ സ്നേഹത്തോടെ എത്തിച്ചേരുന്ന ഉസ്താദ്. ആ ഉസ്താദിന്റെ കുടുംബം ഇന്ന് വലിയ പ്രയാസത്തിലാണ്. നമ്മളാണ് ചേർത്ത് പിടിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് പൊന്നുമോനടക്കം പലരും പൈസ കൊണ്ടും തന്നു. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഏതായാലും വലിയ മാതൃകയാണ് കുഞ്ഞിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വേറൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനോട് വെല്ലിപ്പ പറഞ്ഞു, ഞാനൊരു 50 രൂപ തന്നേക്ക, നീ കുടുക്കൊന്നും പൊട്ടിക്കണ്ടടാ എന്ന് പറഞ്ഞപ്പോ ആ കൊച്ചു പറയാണ്, ഇല്ല അത് പറ്റൂല, ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞതാണ്, ആ മരിച്ചുപോയ ഉസ്താദിന്റെ പേരിൽ എനിക്കിത് കൊടുക്കണം എന്ന വാശിയിലാണ് ഇന്ന് ഇശാനസ്കാരത്തിന് എൻ്റെ കയ്യിലെ കൊച്ചി പൈസ ഒന്നും തന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമുക്ക് ഓരോരുത്തർക്കും മാതൃകകളാണ് ഈ കുഞ്ഞുങ്ങൾ. മാത്രമല്ല വലിയ പ്രതീക്ഷകളാണ്. കരുണയുള്ള ഹൃദയങ്ങൾ, നന്മ മരങ്ങൾ അവസാനിച്ചിട്ടില്ല. നമ്മുടെ പിൻതലമുറയും ആ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു ഇത് നിലനിർത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.